നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു കുട്ടി കുറച്ച് ദിവസം മുന്നേ ചോദിച്ചൊരു ചോദ്യമാണ്. ഞാൻ വളരെ യങ്ങാണ്. ഞാൻ ബോഡിയെ വളരെയധികം കെയർ ചെയ്യുന്ന ഒരാളാണ്. ഫുഡൊക്കെ അതിനനുസരിച്ചൊക്കെ കഴിക്കുന്ന ഒരാളാണ്. എൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മുടി പെട്ടെന്ന് കൊഴിഞ്ഞു പോവുകയാണ്. ഇതേവരെ കൊഴിച്ചിലുണ്ടായിരുന്നു. ഇപ്പോൾ വളരെ ഫാസ്റ്റായിട്ട് മുടി കൊഴിഞ്ഞു പോവുകയാണ്. ഇതിനെന്താ കാരണം എന്ന് എനിക്ക് ഐഡിയ ഇല്ല. ഞാനിങ്ങനെ പോയാൽ അധികം താമസിച്ചാൽ വലിയ കഷണ്ടിയാവും എന്ന് ഉറപ്പായി. അത്രയും വലിയ പ്രശ്നമാണ്. അപ്പോൾ ഇതിനുള്ള കാരണം എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. കാരണം പറഞ്ഞാലേ നമുക്ക് പരിഹരിക്കാൻ പറ്റുള്ളൂ. മുടി കഴിച്ചിലുള്ള ഏറ്റവും വലിയൊരു കാരണം എന്ന് പറഞ്ഞത് പല കാരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം നമ്മൾ ദേഷ്യം വന്നു കഴിഞ്ഞാൽ മുടി കൊഴിയും. ഒറ്റ ദേഷ്യത്തിൽ ഒരു വെസ്റ്റേൺ സയൻറ്റിസ്റ്റ് പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഒറ്റ ദേഷ്യപ്പെടൽ ചെയ്യുമ്പോൾ നമ്മളെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മളെ ബ്രെയിനിലുള്ള 1.5 lakhs ബ്രെയിൻ സെൽസ് ആർ ഡിസ്ട്രോയിഡ് എന്ന് പറഞ്ഞത്. 1.5 lakhs 1,50,000 സെൽസുകളെ നശിപ്പിക്കുന്ന ഒന്നാണ് ഒരു ദേഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മുടി കൊഴിയുള്ള കാരണം മനസ്സിലായില്ലേ? അപ്പോൾ പറഞ്ഞു, ഇപ്പം എനിക്ക് പിടി കിട്ടി. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ദേഷ്യപ്പെടാറുണ്ട്. അങ്ങേറ്റം ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ ആൾ പോവും. അപ്പോൾ ഒരു പ്രധാന കാര്യം എന്നുള്ളത് ദേഷ്യം തന്നെയാണ്. അതിൽ ഡോക്ടർ ബോറിസ് കാൽപ്പൻ, നിങ്ങൾ അറിയുണ്ടാവും, അതൊരു ഫാക്കൽറ്റി ഓഫ് മെഡിസിനാണ്. അദ്ദേഹം പറഞ്ഞത് ഇതാണ്, നമ്മളെ ഈ ഡൊമസ്റ്റിക് പ്രോബ്ലംസാണ് നമ്മൾക്ക് ഇൻഡൈജഷൻ ഉണ്ടാക്കുന്നത്. ഇൻഡൈജഷൻ ഉണ്ടാക്കുന്ന പ്രധാന ഒരു കാരണം എന്ന് പറഞ്ഞത് ഡൊമസ്റ്റിക് പ്രോബ്ലംസ് ആണെന്നുള്ള. അപ്പോൾ ഡൊമസ്റ്റിക് പ്രോബ്ലം സോൾവ് ചെയ്താൽ ഇൻഡൈജഷൻ ഒഴിവാക്കാൻ പറ്റും. ഇൻഡൈജഷൻ ഒഴിവാക്കി കഴിഞ്ഞാൽ മുടി കൊഴിച്ചിൽ ഒഴിവാക്കാൻ പറ്റും. രണ്ട് കാര്യങ്ങൾ: ഒന്ന് ആൻഗ്രി, ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നത്; രണ്ടാമത് കോൺസ്റ്റിപ്പേഷൻ. മൂന്നാമത്തെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര വെറുപ്പ് ഒരാൾക്ക് ഉണ്ടായാൽ, ഹേറ്റഡ് എന്ന് പറയാറില്ലേ, അസാധ്യമായിട്ടുള്ള വെറുപ്പുകൾ ഉണ്ടായിക്കഴിഞ്ഞാലും അത് ബാധിക്കുന്നത് എന്തിനാണ്? മുടി കൊഴിച്ചിലിനെ. നമുക്ക് നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവും. ചിലപ്പോൾ വളരെ ക്ലോസ് ഫ്രണ്ടൊക്കെ ആവും. കുറച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും വന്നിട്ട് അതങ്ങോട്ട് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ അവനെ കണ്ണിൻ്റെ നേരെ കണ്ടുവിടും. അത്ര ദേഷ്യമായിരിക്കും അല്ലേ? അപ്പോൾ ഇപ്പോഴും നമ്മൾ ചെയ്യേണ്ടത്, ആ വ്യക്തിയോട് ഒരിക്കലും ദേഷ്യം വെച്ച് പുലർത്തരുത്. അയാളുടെ കർമ്മത്തിനോട് മാത്രമേ ദേഷ്യം വെച്ച് പുലർത്താവുള്ളൂ. ആ കർമ്മത്തിനോട് ദേഷ്യം അതാവാം, അയാൾ എന്നെ ചെയ്ത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അത് ശരി. ആ വ്യക്തിയോട് നമ്മൾ ദേഷ്യം വിളിക്കുമ്പോൾ അത് വെറൊരു വെറുപ്പായിട്ട് മാറുകയും അങ്ങനെ വെറുപ്പ് വരുമ്പോൾ മുടി കൊഴിയുകയും ചെയ്യും. ശ്രദ്ധിക്കുക. അപ്പോൾ 2-3 കാര്യങ്ങളില്ലേ. അടുത്തതാണ് നമ്മളെ ജലസി എന്ന് പറയുന്നത് അല്ലേ, നമ്മളെ അസൂയ എന്ന് പറയാറില്ലേ. ഇത് ഇന്ന് കുട്ടികളിൽ ഒരുപാട് കൂടുതലാണ്. കാരണം ഒരാൾക്ക് മാർക്ക് കൂടിയാൽ അസൂയായി, ഒരാൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത്, ഇതൊന്നും പുറത്ത് കാണിക്കുന്നില്ല. ഒരാൾ നല്ല അടിപൊളി, അവൻ്റെ ഡ്രസ്സ് ടോപ്പായിട്ടുണ്ടല്ലോ, ബ്രാൻഡഡ് ഷർട്ടൊക്കെ എല്ലാം ഇട്ടിട്ടാണ് വന്നത്, അവിടെ തന്നെ ഏറ്റവും കൂടുതൽ മോഡൽ ബൈക്കാണല്ലോ എടുത്തിട്ടുള്ളത്, ഹിമാലയൻ ബൈക്കാണല്ലോ എടുത്തിട്ടുള്ളത്. അങ്ങനെയൊക്കെ കാണുമ്പോൾ എനിക്കതിന് പറ്റുന്നില്ലല്ലോ. നമ്മളറിയാണ്ട് ഉള്ളിൽ വരുന്ന ഒരു ജലസിയുണ്ട്. ഈ ജലസിയും ഇതിന് കാരണമാവും. പിന്നുള്ളതാണ് ഫിയർ എന്ന് പറയുന്നത്, ഭയം ഉണ്ടെങ്കിൽ മുടി കൊഴിയും. ഭയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കതിന് വലിയ ഭയമൊന്നുമില്ല എന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ടാവും. പക്ഷെ അവന് രാത്രിക്കൊന്ന് വിട്ടോക്കണ്ടേ, അപ്പോൾ ഇവരറിയാം. അല്ലെങ്കിൽ എനിക്ക് ഒന്നിനും പേടിയില്ല എന്നൊക്കെ പറയുന്നുണ്ടാവും. അവനൊരു കാര്യം ഒറ്റയ്ക്ക് ചെയ്യാൻ വിട്ടോക്കുക. അപ്പോൾ അവൻ്റെ ശരിക്കുള്ള പേടി മനസ്സിലാക്കാൻ പറ്റുക. നീ ഒറ്റയ്ക്ക് പോയി ചെയ്യാമെന്ന് പറഞ്ഞു നോക്കുക. അപ്പോഴാണ് ശരിക്കും നമുക്ക് അവന് പേടി ഉണ്ടോ ഇല്ല എന്ന് പറ്റും. നമുക്ക് പേടി ഉണ്ടെങ്കിൽ, പേടി തന്നെ നമ്മുടെ ഹാർട്ടിൻ്റെ റേറ്റ് കൂടും, പിന്നെ നമ്മളെ BP കൂടും. ഇതെല്ലാം നമ്മുടെ മുടിയുടെ കൊഴിച്ചിലിന് കാരണമാവും. ഇത്രയും കാരണങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മുടി കഴിച്ചാൽ നമുക്ക് ഒരു പരിധിവരെ ഒഴിവാക്കാൻ പറ്റും. ഇന്ന് യങ്സ്റ്റേഴ്സിനുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു പ്രഷർ ചെറുതല്ല. ഇപ്പോൾ 20 വയസ്സ് കഴിഞ്ഞു, 25 വയസ്സൊക്കെ ആയി കഴിഞ്ഞാൽ ഇവനെ വീട്ടിൽ നിന്ന് പൈസ ചോദിക്കുക എന്നുള്ളൊരു വളരെ ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ. കഴിഞ്ഞ് ഊണയ്ക്കാനിരിക്കുന്ന സമയത്തൊക്കെ അച്ഛനമ്മയൊക്കെ ഒന്നിച്ചിരിക്കുകയാണെങ്കിൽ അച്ഛൻ പറയും, നിൻ്റെയൊക്കെ പ്രായത്തിൽ ഞാനൊക്കെ കുടുംബം നോക്കാൻ തുടങ്ങിയിരുന്നു, ഒരു കുത്തുകുത്തും. ഇവൻ നേരെ വണിച്ചിട്ടാണ് ചെയ്യുന്നത്. സത്യത്തിൽ ഇവനെ ഉണ്ടാക്കുന്നത് ഒരുപാട് പ്രഷറുകളാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ അമ്മ വന്നിട്ട് പറയുന്നുണ്ടാവും, പിന്നെ എടാ മറ്റേ പയ്യല്ലേ, അവന് ജോലി കിട്ടി, ഗൾഫിലാണ്, നല്ല ജോബാണ്, അവന് അമേരിക്കയിലാണ്, അവന് 2 lakhs ഒക്കെയാണ്, ഒരു കുത്തുകൂടി. ഇത് രണ്ടും കഴിഞ്ഞാൽ ഇവൻ്റെ കാര്യം പോക്കായി. അങ്ങനെ ഇവൻ കോളേജിലോ അല്ലെങ്കിൽ മറ്റേ സ്ഥലങ്ങളിൽ പോകുമ്പോഴാവും, അല്ലെങ്കിൽ ഇവൻ്റെ ചിലപ്പോൾ ചില ഫ്രണ്ട്സൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ എന്താ പറയുക, ഗേൾ ഫ്രണ്ട്സൊക്കെ ഉണ്ടാവും. അവരോട് നിന്ന് അവർ പറയും, നീ എന്തെങ്കിലും തീരുമാനം പറ, എനിക്കൊരു തീരുമാനമാക്കിയേ പറ്റുള്ളൂ, എനിക്ക് മാരേജിൻ്റെ സമയമായി, ഒന്നല്ലെങ്കിൽ നിന്നെ അല്ലെങ്കിൽ വേറെ ആളെ എനിക്ക് കെട്ടിയേ പറ്റുള്ളൂ. വീട്ടുകാർ പ്രഷർ ചെയ്യാൻ തുടങ്ങി. അതിനെനിക്ക് ജോലിയില്ല. ഇവന് ജോലിയില്ല എന്നുള്ള പ്രശ്നം, വീട്ടിൽ ചെന്നാൽ അവിടെ പ്രശ്നം, എല്ലാവരുടെ അടുത്ത് പോയി അവിടെ പ്രശ്നം, എവിടെ ചെന്നാലും പ്രശ്നം. എപ്പോൾ നോക്കിയും പ്രഷർ കൂടി ഇരിക്കുക. എന്നപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ ഇവന് യാതൊരു പ്രശ്നമില്ല, അവൻ വളരെ ജെൻറ്റലായിട്ട് പോകുന്ന ഒരാളായിരിക്കും. പക്ഷേ ഇവൻ്റെ ഉള്ളിൽ ഒരുപാട് പ്രശ്നങ്ങൾ ആ സമയത്തുണ്ടാവും. അതാണ് 28-30 വയസ്സ് കഴിയുമ്പോഴേക്കാണ് ഇതൊക്കെ സാധാരണ നിലയ്ക്ക് എഫക്റ്റ് ചെയ്യുക. ആ സമയത്തേക്ക് ഇവൻ്റെ മുടി മുഴുവൻ കൊഴിഞ്ഞിട്ടുണ്ടാവും. കുറേ ആൾക്കാർ അങ്ങനെ കാണാറുണ്ട്. അപ്പോൾ ഇത്രയും
നമ്മൾ ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചെങ്കിൽ മുടി കൊഴിച്ചിലൊക്കെ ഒഴിവാക്കി നല്ല കുട്ടപ്പനായിട്ട് എല്ലാ കാലം പിടിച്ചു നിൽക്കാൻ പറ്റും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ. ഓക്കെ, നമസ്കാരം. അടുത്ത വീഡിയോയിൽ കാണാം.